ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ സമയം. ഞാൻ പാസ്റ്റർ ലെനീസ് രാജൻ. എല്ലാവരെയും ഡെയിലി മന്നയിലേക്ക് ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ദൈവാത്മാ നമ്മോട് സംസാരിക്കുന്ന വചനം 1 ശമൂവേൽ 16 അധ്യായം അതിന്റെ 11-12 വാക്യം. നിന്റെ പുത്രന്മാർ എല്ലാവരും ആയോ എന്ന് ശമൂവേൽ ചോദിച്ചതിന് അവൻ, ഇനി ഉള്ളതിൽ ഇളയവനുണ്ട്, അവൻ ആടുകളെ മേയ്ക്കുകയാകുന്നു എന്ന് പറഞ്ഞു. ശമൂവേൽ ഇശായിയോട്, ആളയച്ചവന് വരുത്തുക, അവൻ വന്നിട്ടല്ലാതെ നാം പന്തിക്കിരിക്കയില്ല എന്ന് പറഞ്ഞു. ഉടനെ അവൻ ആളയച്ച് അവനെ വരുത്തി. എന്നാൽ അവൻ പവിഴം നിറമുള്ളവനും സുനേത്രനും കോമളരൂപിയുമായിരുന്നു. അപ്പോൾ യഹോവ എഴുന്നേറ്റ്, ഇവനെ അഭിഷേകം ചെയ്യുക, ഇവൻ തന്നെയാകുന്നു എന്ന് കൽപ്പിച്ചു. വളരെ സുപരിചിതമായ ഒരു ദൈവജനമാണ് ഇന്ന് ഈ വായിച്ചു കേട്ടത്. ഈ ദൈവത്തിന്റെ വചനത്തിൽ നിന്നും ചില കഥകൾ വെറും ചരിത്രം മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിന്റെ പ്രതിബിംബങ്ങളായിട്ടാണ് തിരുവെഴുത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. ചില സമയങ്ങളിൽ എല്ലാവരുടെയും ശ്രദ്ധ മറ്റുള്ളവരിലായിരിക്കും. നമ്മളെ മാത്രം ആരും ഓർക്കുന്നില്ലല്ലോ, നമ്മുടെ കഴിവുകൾ ആരും കാണപ്പെടുന്നില്ലല്ലോ, നമ്മുടെ പരിശ്രമങ്ങൾ ആരും വിലമതിക്കപ്പെടുന്നില്ലല്ലോ എന്നൊക്കെ നാം ഒരുപക്ഷെ ചിന്തിക്കാം. എന്നാൽ നമ്മളെ ദൈവം ഓർക്കുന്നു, ദൈവം കരുതുന്നു. ഇന്നത്തെ വചനം ഒരു വലിയ സത്യമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരുപക്ഷെ മനുഷ്യരുടെ പട്ടികയിൽ നിന്റെ പേര് ഇല്ലാതായിരിക്കാം, പക്ഷെ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിൽ നിന്റെ പേര് ഇതിനകം ചേർത്തിട്ടുണ്ടെന്ന് ദൈവാത്മാവിൽ ദൂത് വിളിച്ചു പറയട്ടെ. ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേലിന്റെ ആദ്യ രാജാവായ ശൗൽ ദൈവത്തോടുള്ള അനുസരണക്കേടുകൊണ്ട് ദൈവത്തിന്റെ പ്രസാദം നഷ്ടപ്പെടുത്തി. അപ്പോൾ ദൈവം പ്രവാചകനായ ശമൂവേലിനോട് പറഞ്ഞു, ഞാൻ എനിക്കായി ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു. ശമൂവേൽ ഉടനെ തന്നെ ഈശായിയുടെ വീട്ടിലെത്തി. വീട്ടിൽ വലിയ വലിയ ഒരുക്കങ്ങളൊക്കെ ആയിരുന്നു. ഈശായി തന്റെ ശക്തരായ പുത്രന്മാരെ ഒരുവൻ പിന്നാലെ ഒരുവൻ ശമൂവേലിന്റെ മുമ്പിൽ നിർത്തി. ആദ്യത്തെ മകനെ കണ്ടപ്പോൾ ശമൂവേൽ പോലും വിചാരിച്ചു, ഇവനാകും കർത്താവിന്റെ അഭിഷക്തൻ. പക്ഷെ ദൈവം പറഞ്ഞു, മനുഷ്യൻ പുറമെയുള്ളത് നോക്കുന്നു, യഹോവ ഹൃദയം നോക്കുന്നു. അങ്ങനെ രണ്ടാമൻ വന്നു, മൂന്നാമൻ വന്നു, അങ്ങനെ 7 പുത്രന്മാരും വന്നു. ഓരോരുത്തരെയും കണ്ട ശേഷവും ദൈവം പറഞ്ഞു, ഇവരിൽ ആരുമല്ല. അപ്പോൾ ശമൂവേൽ വളരെ അത്ഭുതപ്പെട്ടു. അവൻ ഈശായിയോട് ചോദിച്ചു, ബാലന്മാർ എല്ലാവരും ഇത്രയേ ഉള്ളോ? ഈശായി ഉടനെ മറുപടി പറഞ്ഞു, ഇളയവൻ ഇനി ശേഷിക്കുന്നു, അവൻ ആടുകളെ മേയിച്ചോണ്ടിരിക്കുന്നു. ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഒരു രാജാവിനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു യോഗത്തിൽ സ്വന്തം അപ്പം പോലും മകനെ വിളിച്ചിരുന്നില്ല. എന്ന് പറഞ്ഞാൽ സ്വന്തം അപ്പൻ പോലും ദാവീദിനെ വിളിച്ചിരുന്നില്ല. അവൻ വയലിൽ ആടുകളോടൊപ്പമായിരുന്നു. പക്ഷേ മനുഷ്യർ മറന്ന ആ മനുഷ്യനെ ദൈവം മറന്നില്ല എന്നുള്ളതാണ് സത്യം. ദാവീദ് വന്ന നിമിഷം തന്നെ ദൈവം പറഞ്ഞു, എഴുന്നേറ്റ് അവനെ അഭിഷേകം ചെയ്യുക, ഇവൻ തന്നെ ആകുന്നു. ഇവിടെ മറഞ്ഞിരിക്കുന്ന ആത്മീയ മർമ്മം, ദാവീദ് രാജാവാകുന്നതിന് മുമ്പ് ദൈവം അവനെ ഒരു ഇടയനായി പരിശീലിപ്പിക്കുകയായിരുന്നു. ആടുകളെ കാത്തു സൂക്ഷിച്ച കൈകളാണ് പിന്നീട് ഒരു ജനതയെ മുഴുവൻ നയിച്ചത്. മനുഷ്യർ കണ്ടത് ഒരുപക്ഷെ ഒരു സാധാരണ ഇടനെയാണെങ്കിൽ ദൈവം കണ്ടത് അവിടെ ഒരു രാജാവിനെയാണ്. ഇന്ന് നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നാളെയുടെ വലിയ വിളിക്ക് വേണ്ടിയുള്ള പരിശീലനമാണെന്ന് ഓർക്കണം. ഇന്ന് ഒരുപക്ഷെ നിങ്ങൾ അവഗണിക്കപ്പെട്ടവനായി തോന്നുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങളെ ആരും മനസ്സിലാക്കുന്നില്ലെന്ന് തോന്നുന്നുണ്ടായിരിക്കാം. ജോലി സ്ഥലത്ത് പോലും നിങ്ങളുടെ കഴിവ് ആരും അംഗീകരിക്കുന്നില്ലായിരിക്കാം. നിങ്ങൾ ചെയ്ത ഓരോ നന്മ പ്രവർത്തികൾ പോലും മറ്റൊരാൾ പ്രശംസിച്ചെന്ന് വരത്തില്ലായിരിക്കാം. എന്നാൽ ഓർക്കുക, ദൈവം നിന്നെ കണ്ടെത്താൻ നിന്റെ വിലാസം ചോദിക്കേണ്ട കാര്യമില്ല. അവൻ നിന്നെ വയലിൽ നിന്നും കണ്ടെത്തി കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഇന്നും ശക്തനാണെന്ന് ദൈവാത്മാവിൽ വിളിച്ചു പറയട്ടെ. ദാവീദ് അന്ന് വയലിൽ നിന്നുകൊണ്ട് ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാകത്തില്ല ഒരു പ്രവാചകൻ തന്നെ അന്വേഷിച്ച് വീട്ടിൽ വന്നിട്ടുണ്ടെന്ന്. അവൻ തന്റെ ജോലി വളരെ വിശ്വസ്തയോടെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതേസമയം തന്നെ ദൈവം ദാവീദിന്റെ ഭാവി ഒരുക്കിക്കൊണ്ടിരുന്നു. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ വിശ്വസ്തതയെ നിങ്ങൾ നിസ്സാരമായി കാണരുത്. മനുഷ്യർ ഒരുപക്ഷെ നിങ്ങളെ ക്ഷണിക്കത്തില്ലായിരിക്കാം, പക്ഷെ ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്യാൻ ഇതിനകം തീരുമാനിച്ചിട്ടുണ്ടാകും. ഇന്ന് ഈ പ്രഭാത സമയം ദൈവജനം കേൾക്കുന്ന ദൈവ പൈതലെ, പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളോട് അരുളി ചെയ്യുന്നു, മനുഷ്യർ നിങ്ങളെ മറന്നാലും ദൈവം നിങ്ങളെ മറന്നിട്ടില്ല. നിങ്ങളുടെ സമയം വൈകിട്ടില്ല, ദൈവത്തിന്റെ സമയമാണ് അടുത്തിരിക്കുന്നത്. ഇന്ന് ഒരുപക്ഷെ നിങ്ങൾ വയലിലായിരിക്കാം, നാളെ പക്ഷെ ദൈവം നിങ്ങളെ ഒരു രാജ പദവിയിലേക്ക് വിളിക്കും. നിന്നെ ഒഴിവാക്കിയവർ, നിന്നെ പരിഹസിച്ചവർ, നിന്നെ നിന്ദിച്ചവരുടെ മധ്യത്തിൽ നിന്നെ ഉയർത്തുവാൻ ഇന്നും ദൈവം ശക്തനാണ്. നിന്റെ വിശ്വസ്തത അതൊരിക്കലും വെറുതെയായി പോയിട്ടില്ല. ഇന്ന് കർത്താവ് നിങ്ങളോട് പറയുന്നു, നീ മനുഷ്യരുടെ അംഗീകാരത്തിനായി ജീവിക്കേണ്ട. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് നിന്റെ മേലുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ തെരഞ്ഞെടുക്കുവാൻ ശക്തനാണ്. അതുകൊണ്ട് മനുഷ്യർ ആരൊക്കെ നിങ്ങളെ പഴിച്ചാലും ദുഷിച്ചാലും അംഗീകരിച്ചില്ലേലും ദൈവം നിങ്ങളെ മാനിക്കുന്നൊരു ദിവസമുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അത് വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ ചെയ്യുവാൻ വേണ്ടി തീരുമാനിക്കുക, പ്രാർത്ഥിക്കുക, സമർപ്പിക്കുക. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, മനുഷ്യരുടെ പ്രശംസയേക്കാൾ നിന്റെ പ്രസാദത്തെ അന്വേഷിക്കുന്ന ഹൃദയം ഞങ്ങൾക്കൊന്ന് നൽകണമേ. അവഗണിക്കപ്പെടുന്ന സമയങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെടാതെ നീ ഒരുക്കുന്ന സമയത്തിനായി കാത്തിരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ
ഞങ്ങളുടെ ചെറിയ വിശ്വസ്തതയെ പോലും വലിയ അനുഗ്രഹങ്ങളാക്കി നീ മാറ്റണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഇതുവരെയും വചനം ശ്രവിച്ച എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.